ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി വാൾ ഹാങ്ങിങ് അല്ലെങ്കിൽ ഒരു വാൾ ഡെക്കോർ ഐഡിയയുമായിട്ടാണ്. ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൂടാതെ ഏതെങ്കിലും ഒരു കളർ പേപ്പർ, പിന്നെ മിറേഴ്സിന് പകരം നമുക്ക് ബിസ്ക്കറ്റ് കവറോ അലുമിനിയം ഫോയിലോ ഒക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ എന്താണ് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കണം. 5 എണ്ണമാണ് നമുക്ക് വേണ്ടത്. 3 എണ്ണം ചെറുതും 2 എണ്ണം അതിനേക്കാളും കുറച്ചും കൂടി വലുപ്പമുള്ളത്. ഇതിന്റെ 2 എണ്ണത്തിന്റെയും അളവ് ഞാനിവിടെ എഴുതി കാണിക്കാം. അതിനുശേഷം നമുക്കിത് ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി അതിനുശേഷം ഏതെങ്കിലും ഒരു കളർ പേപ്പർ എടുക്കാം. ഞാനിവിടെ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചുമരിന് മാച്ചായി വരുന്ന കളർ കോമ്പിനേഷൻസ് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിത് ഒരു പേപ്പർ ഫാൻ ഇല്ലേ, അതേപോലെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാനിവിടെ എഴുതി കാണിക്കാം. നമ്മൾ ഇതേപോലെ മടക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരെ ഹാഫായി മടക്കുക. അതിനുശേഷം ഇതിന്റെ സെന്ററിൽ നമുക്ക് സ്റ്റാപ്ലർ ചെയ്ത് കൊടുക്കാം. ഇതിന്റെ ഒരു സൈഡ് മാത്രം നമ്മളൊന്ന് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വിടർത്തി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. ഇതിന്റെ ഏറ്റവും സെന്ററിലായിട്ട് നമുക്ക് മിറേഴ്സ് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ 5 എണ്ണമാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ന്യൂസ് പേപ്പർ റോൾ ഉണ്ടാക്കിയെടുത്തില്ലേ, അതെടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും ഗ്ലാസ്സോ അല്ലെങ്കിൽ ചെപ്പോ എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് അതിൻ്റെ ചുറ്റും ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക. ചുറ്റി കൊടുക്കുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. എന്നാലാണ് നമുക്കത് നമ്മൾ ഉദ്ദേശിച്ച പോലെ വളഞ്ഞു കിട്ടുള്ളൂ. നമ്മളൊന്ന് പ്രസ് ചെയ്തിട്ട് ഒരു 2 സെക്കൻഡ് അങ്ങനെ തന്നെ പിടിച്ച് നിൽക്കുക. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ വളഞ്ഞു കിട്ടും. കണ്ടില്ലേ? അപ്പം നമുക്ക് ഇതേപോലെ നന്നായിട്ട് വളഞ്ഞു കിട്ടും. അതിനുശേഷം നമുക്കിത് ചേർത്ത് ഒട്ടിക്കണം. അപ്പോൾ അത് ഒട്ടിക്കേണ്ടത് ഈ ഒരു രീതിയിലാണ്. ആദ്യം ഒരെണ്ണം റൈറ്റ് സൈഡിലേക്ക് നിൽക്കുന്ന പോലെ ഒട്ടിച്ചു. അടുത്തത് അതിൻ്റെ കുറച്ച് താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നിൽക്കുന്ന പോലെ. ഇതുപോലെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒട്ടിക്കുക കേട്ടോ. റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ മാറി മാറി ഇങ്ങനെ ഒട്ടിക്കുക. ഒട്ടിക്കുമ്പോൾ നമ്മൾ ഗ്യാപ്പ് ഇട്ട് ഒട്ടിക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഫ്ലവേഴ്സ് ഒട്ടിക്കുമ്പോൾ അത് കൂട്ടിമുട്ടും. അപ്പോൾ ഞാനിവിടെ ഗ്ലൂഗൺ യൂസ് ചെയ്യുന്നുണ്ട്. ഗ്ലൂഗൺ തന്നെ വേണമെന്നില്ല കേട്ടോ. നമ്മുടെ സാധാരണ ഫെവിക്കോൾ യൂസ് ചെയ്താൽ മതി. പേപ്പർ അല്ലേ, വേഗം തന്നെ ഒട്ടിക്കോളും. അതിനുശേഷം നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാതും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇതേപോലെ ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഫ്ലവേഴ്സും നമ്മളെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ വാൾ ഹാങ്ങിങ് അല്ലെങ്കിൽ ഒരു വാൾ ഡെക്കോർ ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമുക്കിത് ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് നമ്മുടെ ചുമരിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഒട്ടി നന്നായി ഉണങ്ങിയതിന് ശേഷം മാത്രമായിരിക്കണം നമ്മൾ ചുമരിൽ ഒട്ടിക്കേണ്ടത്. അല്ലെങ്കിൽ ഇത് വിട്ടുപോരും. അപ്പോൾ നന്നായിട്ട് തന്നെ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിക്കുക. അത് നന്നായി ഉണങ്ങിയതിന് ശേഷം നമ്മുടെ ചുമരിൽ ഒട്ടിക്കാം. അപ്പോൾ ഞാൻ എന്താ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസിലൊക്കെ എടുക്കാം. ന്യൂസ് പേപ്പർ റോളിന് ബ്ലാക്ക് തന്നെ ആയിരിക്കും ഭംഗി. മുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഫ്ലവർ നമുക്ക് ഇഷ്ടമുള്ള കളറിലൊക്കെ എടുക്കാം കേട്ടോ. നമ്മുടെ ചുമരിൻ്റെ കളർ അനുസരിച്ച് ആ ഒരു കളർ കോമ്പിനേഷൻസിൽ എടുത്താൽ മതി. ഒരുപാട് പേര് നമ്മളോട് വാൾ ഡെക്കോർ അല്ലെങ്കിൽ വാൾ ഹാങ്ങിങ് ക്രാഫ്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.